നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. മീനം രാശിക്ക് നല്ല കാലം വരാൻ പോകുന്നു. മീനരാശിക്ക് മാത്രമല്ല, മീനം ലഗ്നത്തിനും. അപ്പോൾ അത് മീന ലഗ്നമാണോ എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയത്തില്ലെങ്കിൽ ഒരു ജ്യോതിഷനെ സമീപിച്ച് അത് കൺഫേം ചെയ്യുക. അപ്പോൾ മിഥുനം രാശിക്കും മിഥുന ലഗ്നത്തിനും നല്ല സമയമാണ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് പറയുന്നതൊക്കെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് എന്നെ ബന്ധപ്പെട്ടാലും മതി. വാട്സാപ്പ് നമ്പർ ഞാൻ പറയാം, പക്ഷേ ഫോൺ വിളിക്കരുത്. 9847291363. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. ഇപ്പോൾ നമുക്ക് ദക്ഷിണ ഞങ്ങൾ പണമായിട്ട് ചോദിക്കുന്നില്ല, പകരം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക എന്ന് പറഞ്ഞ പുതിയ പരിപാടികളുണ്ട്, അതൊക്കെ ചെയ്യുക. അപ്പോൾ സംഭവം ഇതാണ്, മീനം രാശിക്ക് കുറേ വർഷങ്ങളായിട്ട് പ്രശ്നങ്ങളാണ് ആയിരുന്നു. അത് മാറാൻ തുടങ്ങും. ഏതാണ്ട് ഒരു 5 ഗ്രഹമാറ്റം അടുത്ത 1.5 മാസം നടക്കും. അതായത് ഒരു 3-4 ആഴ്ചകൾക്കുള്ളിൽ ഏകദേശം 5 രാശിമാറ്റമാണ് വരുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് അനുകൂലമാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ഇട്ട ഒരു വീഡിയോ അല്പം മുമ്പ്, ഏപ്രിൽ 24-25 തീയതികളിൽ. അപ്പോൾ അത് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞത് മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. അപ്പോൾ അതിനകത്ത് പ്രശ്നം എന്താണ്? ചൊവ്വയും ബുധനും ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ജന്മത്തിൽ നിൽക്കുന്നു. അതൊക്കെ അങ്ങോട്ട് മാറാൻ പോവുകയാണ്. കൂടാതെ സൂര്യനും മാറാൻ പോവുക, കൂടാതെ വ്യാഴവും മാറുന്നു, ഇതിനിടയ്ക്ക് ശുക്രനും മാറുന്നു. അപ്പോൾ ഈ 5 ഗ്രഹമാറ്റം അടുത്ത ഒരു 1.25 മാസത്തിനുള്ളിൽ നടക്കും. അത് ഓരോന്നായിട്ട് ഞാൻ പറയാം. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് മീനം രാശിക്ക് പക്ഷേ ഒരു കാര്യമുണ്ട്, ജന്മശനി തുടരും. അതുപോലെ തന്നെ 12ാം ഭാവത്തിൽ സർപ്പവും തുടരും. എങ്കിലും ഈ 2 ഗ്രഹങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ പതുക്കെ അനുകൂലമായിട്ട് വരാൻ പോവുകയാണ്. ആദ്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഏപ്രിൽ 30-ന് ആദ്യത്തെ ഈ മാറ്റം വരുന്നത് ബുധനാണ്. ബുധൻ മീനൻ രാശിയിൽ നിന്ന് മേടൻ രാശിയിലേക്ക് രാശി മാറും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ധനസ്ഥാനത്തേക്ക് രാശി മാറും. അപ്പോൾ അത് നേട്ടമാണ്. അത് കൂടാതെ മെയ് 11-ന് മെയ് 11-ന് ചൊവ്വ മേടത്തിലോട്ട് മാറും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജന്മത്തിൽ ആണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് പ്രതികൂലമാണ്. അത് 2ാം ഭാവത്തിലേക്ക് വരും. അത് നേട്ടം എന്ന് പറയാക്കത്തില്ല, എങ്കിലും ആ ജന്മത്തിൽ നിൽക്കുന്ന ചൊവ്വ മാറിക്കിട്ടുന്നു. ഓക്കെ, ഒരു വലിയ പ്രതികൂലാവസ്ഥയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുന്നു. അത് മാത്രമല്ല, അവിടെ ശനിയും ചൊവ്വയും കൂടെ പരസ്പരം ശണ്ട കൂടിക്കൊണ്ടിരിക്കുകയാണ്, യുദ്ധമാണ്. അപ്പോൾ അത് മാറുന്നു മെയ് 11-ന്. അപ്പോൾ അത് ഡയറക്റ്റായിട്ട് അനുകൂലമല്ലെങ്കിലും ആ പ്രതികൂലാവസ്ഥ മാറുന്നു. കൂടാതെ മെയ് 15-ന് സൂര്യൻ അനുകൂലമായിട്ട് വരുന്നു. ഇപ്പോൾ ഈ മേടമാസം മുഴുവൻ നിങ്ങളുടെ 2ാം ഭാവത്തിൽ നിൽക്കുകയാണ്. പക്ഷേ 15 കഴിയുമ്പോൾ 3ാം ഭാവത്തിലേക്ക് വരും. ഇടവ മാസത്തിൽ നിങ്ങൾക്ക് തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ ഉണ്ടാവും. പിന്നെ ചൊവ്വ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അത് പ്രതികൂലാവസ്ഥയിൽ നിന്ന് മാറുമ്പോൾ കാര്യമായിട്ടുള്ള നേട്ടം ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു അപകട അവസ്ഥ മാറുന്നു. കാര്യം ഈ ശനിയും ചൊവ്വയും കൂടെ ജന്മത്തിൽ കയറി നിൽക്കുകയാണ്. ഇപ്പോൾ അത് മാറുക എന്ന് പറഞ്ഞാൽ തന്നെ ഈ വാഹന അപകടം, അങ്ങനെയൊക്കെയുള്ള അപകട സാധ്യത അങ്ങോട്ട് വലിയ രീതിയിൽ മാറുന്നു. അതുകൂടാതെ ഞാൻ പറഞ്ഞപ്പോൾ സൂര്യൻ അനുകൂലമായിട്ട് വരാൻ പോകുന്നു മെയ് 14-ന്.
ഏപ്രിൽ 30 ബുധൻ മാറും, അത് അനുകൂലമാണ്. ശുക്രൻ വന്നിട്ട് ഇപ്പോൾ ഇടവ രാശിയിലാണെങ്കിലും അതും അനുകൂലമാണ്. അത് കൂടാതെ ശുക്രൻ മെയ് 14 മിഥുനം രാശിയിലേക്ക് വരും, അതും നിങ്ങൾക്ക് അനുകൂലമാണ്. ഇത് കൂടാതെ ഒരു 1.5 മാറ്റം വരാൻ പോകുന്നത് വ്യാഴത്തിൻ്റെയാണ്, ജൂൺ 2 അതൊരു 1.5 മാറ്റമാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1 വർഷം നിങ്ങൾക്ക് അത്യധികം ഗുണാധിക്യമുള്ള ഒരു കാലഘട്ടം വരാൻ പോവുകയാണ്. ഓക്കെ, കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മീനം രാശി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്കും മീനം ലഗ്നത്തിനും ഓക്കെ, അത് ജൂൺ 2 വ്യാഴം മാറുന്നത് 5ാം ഭാവത്തിലേക്കാണ്. ഓക്കെ, 5ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ ഉള്ള നേട്ടം എന്തുവാ? ഞാനത് എത്രയോ 1000 അല്ല ലക്ഷക്കണക്കിന് ജാതകങ്ങൾ നോക്കിയിട്ടുള്ള അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്. 5ാം ഭാവത്തിൽ വ്യാഴം നിന്ന്, അതായത് ലഗ്നത്തിൽ, ഇതിപ്പോൾ രാശിഫലമാണ്, ലഗ്നത്തിൽ നിന്ന് 5ാം ഭാവത്തിൽ വ്യാഴം നിന്നാൽ ഏതാണ്ട് 90% ഉറപ്പാണ് പ്രണയവിവാഹം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് രാശിഫലത്തിൽ വ്യാഴം 5ാം ഭാവത്തിൽ വരികയാണ്. അപ്പോൾ ഈ പറഞ്ഞ വിവാഹം നടക്കാൻ കാത്തിരിക്കുന്ന യുവതിയുവാക്കൾക്ക് വിവാഹം നടക്കും. അത് 1 വർഷത്തേക്കാണ്, മനസ്സിലായില്ലേ? 2026 ജൂൺ 2 തൊട്ട് ഏതാണ്ട് 2027 ജൂൺ 2 വരെ ഏകദേശമുള്ള കണക്ക് പറയാം. ഏകദേശം 1 വർഷം നിങ്ങൾക്ക് വ്യാഴം 5ാം ഭാവത്തിലാണ്. അതുപോലെ തന്നെ പ്രേമിച്ച് നടക്കുന്ന ആൾക്കാർ, യുവതി യുവാക്കൾക്ക് പ്രണയ സാഫല്യം ഉണ്ടാവും. പിന്നെ വിവാഹിതരാണെങ്കിൽ അവർക്ക് ദാമ്പത്യ ജീവിതം ഊഷ്മളമാവും. പിന്നെ ധനവരവ്. പിന്നെ 5ാം ഭാവത്തിൽ വ്യാഴം വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിതാവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു രാശിയാണ് 5ാം ഭാവം എന്ന് പറയുന്നത്. അപ്പോൾ 5ാം ഭാവത്തിൽ വ്യാഴം നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിതാവുമായിട്ട് ബന്ധപ്പെട്ട പല നേട്ടങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവിൻ്റെ ഒരു അനുഗ്രഹം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു നേട്ടമാണ്. അതുകൂടാതെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ സൂര്യൻ കയറി മെയ് 14 3ാം ഭാവത്തിൽ അനുകൂലമായിട്ട് വരുമ്പോൾ അതും ഈ സൂര്യനും പിതാവുമായിട്ട് ബന്ധപ്പെട്ടാണ്. കൂടാതെ ചൊവ്വ മെയ് 11 ഈ സൂര്യൻ്റെ ഉച്ചരാശിയായ മേടൻ രാശിയിൽ വരുമെങ്കിലും പിന്നൊരു മെയ് 11 ശേഷം ഒരു 3 മാസം അല്ല 45 ദിവസം ചൊവ്വ അവിടെ നിന്നിട്ട് പിന്നെ അത് 3ാം ഭാവത്തിൽ വരും. അത് നിങ്ങൾക്ക് അനുകൂലമാണ്. അപ്പോൾ മെയ് 11 കഴിഞ്ഞ് ഏകദേശം 45 ദിവസം കഴിയുമ്പോൾ ചൊവ്വയും അനുകൂലമായിട്ട് വരും. സൂര്യനും ചൊവ്വയും ഒക്കെ അനുകൂലം, അതിൻ്റെ കൂടെ 5ാം ഭാവത്തിൽ വ്യാഴവും. അപ്പോൾ ഡെഫിനറ്റായിട്ട് പിതൃസ്വത്ത് ലഭിക്കാം. കാര്യം ചൊവ്വ അനുകൂലമായിട്ട് വരുന്നു, സൂര്യൻ അനുകൂലമായിട്ട് വരുന്നു, വ്യാഴം 5ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടുമ്പോൾ പിതൃസ്വത്ത് ലഭിക്കാം. പിതൃസ്വത്തുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കേസ് വഴക്കുകളോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും പരിഹരിക്കപ്പെടും. ചുരുക്കത്തിൽ നമ്മുടെ മീനം രാശിക്കാർ ഇമ്മിണിയൊന്ന് ഒരു 1.5 ഭാഗ്യത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ തുടക്കം ഏപ്രിൽ 30 ഈ ബുധൻ അനുകൂലമാണ്. 2ാം ഭാവത്തിൽ ബുധൻ അനുകൂലമാണ്, ധനഭാവത്തിൽ വരുന്നു. പിന്നെ സൂര്യൻ 3ാം ഭാവത്തിൽ വരുന്നു മെയ് 15. ശുക്രൻ ഇപ്പോഴും അനുകൂലമാണ്, അത് 4ാം ഭാവത്തിലേക്ക് വരുന്നത് അനുകൂലമാണ്. പക്ഷേ 1.5 മാറ്റം വരാൻ പോകുന്നത് വ്യാഴത്തിൻ്റെ മാറ്റം തന്നെയാണ്. അതായത് ഏകദേശം 2 വർഷത്തോളമായിട്ട് വ്യാഴം നമുക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമല്ല, അതങ്ങോട്ട് അനുകൂലമാകാൻ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് എനിക്ക് ദക്ഷിണ ഒന്നും ക്യാഷായിട്ട് വേണ്ട, ഞാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് മാത്രമല്ല, എത്രയോ കാര്യങ്ങൾ മറ്റ് ചാനലുകാർ ചെയ്യാത്ത പല
നല്ല വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. അതായത് 2 ദിവസം കൂടുമ്പോൾ ഞാൻ ദിനഫലം ഇടുന്നുണ്ട്, രാശിഫലം ഇടുന്നുണ്ട്. അത് മറ്റൊരു ചാനലും ചെയ്യാത്തതാണ്. അതുകൂടാതെ ഓരോ ദിവസവും ഏതൊക്കെ വഴിപാട് നമ്മൾ നടത്തണം എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഭാഗ്യ സമയങ്ങൾ, രാഹുകാലം കൃത്യമായിട്ടുള്ള ടൈമിങ് ഈ കലണ്ടറിൽ കിടക്കുന്നതൊന്നും കറക്റ്റല്ല. ഇപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, അതായത് ഏപ്രിൽ 24 തീയതി രാഹുകാലം വെള്ളിയാഴ്ചയാണ്. അപ്പോൾ കലണ്ടറിൽ കിടക്കുന്നത് രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയാണ്. അത് കറക്റ്റ് ടൈമിങ് അല്ല. രാഹുകാലം എല്ലാ ദിവസവും കൃത്യമായിട്ട് ഞങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഏപ്രിൽ 24 രാഹുകാലം രാവിലെ 10:52 AM മുതൽ ഉച്ചയ്ക്ക് 12:25 PM വരെ. കലണ്ടർ കിടക്കുന്നതൊന്നും കറക്റ്റല്ല. ഇതുപോലെ ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കി പറയുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കലാപരിപാടികൾ ഞങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പ്രായോഗികമായിട്ട് ഗുണകരമാകുന്നത് ഞങ്ങളുടെ ചാനലാണ്. എൻ്റെ ഈ പറഞ്ഞ വാചകടിയൊക്കെ ഇച്ചിരി നീണ്ടും ഒക്കെ പോവും, അതിലൊന്നും കാര്യമില്ല. അത്യാവശ്യം ബോറിങ്ങും ഒക്കെ ആയിരിക്കും എൻ്റെ വീഡിയോസ്. പക്ഷേ കാര്യം നടക്കണോ, കാര്യങ്ങൾ അറിയണോ, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കൂടുതൽ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് ഇവിടെ വാങ്ങുന്നു. നമസ്കാരം, ശുഭദിനം.